പി സുഹ്ര, ഇന്നിപ്പോൾ നിങ്ങൾ സുഹ്രയടക്കം 100 പേർ ഒപ്പിട്ട ഒരു പ്രസ്താവന, MLA സ്ഥാനവും ഇപ്പോൾ നിയമ നിർമ്മാണ സമിതിയിൽ നിന്നുള്ള സ്ഥാനവും അംഗത്വവും മുകേഷ് രാജിവെക്കണമെന്നുള്ളതാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് മുകേഷിനെതിരെ മാത്രമായൊരു പ്രസ്താവനയിലേക്ക് നിങ്ങൾ എത്തി? മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരാതികൾ നേരത്തെ ഉണ്ടായ ഒരു വ്യക്തിയാണ്. അത്തരമൊരു വ്യക്തിയെ വീണ്ടും ഈ പാർലമെൻറ്റ് നിയമസഭയിലേക്കൊക്കെ തന്നെ കൊണ്ടുവന്നത് തന്നെ വളരെ മോശമായ ഒരു കാര്യമാണ്. ഇപ്പം മുകേഷ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരാളോടൊന്നുള്ളത്, സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആരായിരുന്നാലും അവരെ മാറ്റുക തന്നെ ചെയ്യണം. അത് ചെയ്യാതിരിക്കുന്ന കാലത്തോളം ഗവൺമെൻറ്റിൻ്റെ മുഖമാണ് വികൃതമായിരിക്കുക. കാരണം മുകേഷിനെതിരെ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ഒരു ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കാൻ. അപ്പം അധികാര കേന്ദ്രങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്നുള്ള ഒരു സന്ദേശമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. മുകേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. പിന്നെ സിനിമാ രംഗത്ത് വളരെ കാലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ കണ്ടുവരുന്ന ഒരുപാട് പെൺകുട്ടികളെ കരച്ചിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഇങ്ങനെ ആരോപണ വിധേയരായവരൊക്കെ തന്നെ നിയമസഭകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടും നിൽക്കണമെന്നാണോ ഞങ്ങൾ പറയേണ്ടത്? ഞങ്ങൾക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. കാരണം സ്ത്രീകൾക്കെതിരെ അതിക്രമം ചെയ്യുന്ന ആരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ അവരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് വളരെ വിപ്ലവകരമായ ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി എന്ന ജസ്റ്റിസ് ഹേമയെ നിർത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ ആ കമ്മിറ്റി രൂപീകരിച്ചത് തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. അതിനെപ്പോലും തകിടം മറിച്ചുകൊണ്ട് ഇരട്ടത്താപ്പുള്ള നിലപാടാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കപ്പെടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുഖം വികൃതമായിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗവൺമെൻറ് ഇത്തരം ആളുകളെ സംരക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, സ്ത്രീകളുടെ സുരക്ഷയാണ് അവർ ഉറപ്പാക്കേണ്ടത്. അപ്പം മേഡം ചോദിച്ച പോലെ അത് നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിലുള്ള വിരോധമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അതിക്രമങ്ങൾ ഉണ്ടാവാൻ പാടില്ല. സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അതുമാത്രമാണ് ഞങ്ങളുടെ നിലപാട്. ഇങ്ങനെയുള്ള ഓരോ ആളുകളെയും സംരക്ഷിക്കാൻ നിന്നാൽ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? ശരി, ഇത്തരം ആളുകളൊക്കെ തന്നെ അധികാര കേന്ദ്രങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു. തീർച്ചയായും ഈ സിനിമാ നയം രൂപീകരിക്കുന്ന സമിതിയിൽ നിന്ന് ഒഴിയാൻ CPM ആവശ്യപ്പെട്ടിട്ടും നിലവിലും അദ്ദേഹം തുടരുകയാണ്. ഇന്നും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ആയിട്ടില്ല എന്നുള്ളതാണ്.